ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജുവലാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറയുന്നത് വാഗമണിലുള്ള വാരാട്ടുമേളിലേക്കാണ്. അവിടെ നമ്മുടെ വണ്ടിയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല, ജീപ്പിലേ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ രാവിലെ തന്നെ ഒരു ജീപ്പ് ബുക്ക് ചെയ്ത് നമ്മൾ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കയറിയപ്പോൾ തന്നെ പിങ്കു കമ്പിയിലൊക്കെ പിടിച്ച് ഇരിക്കാൻ തുടങ്ങി. കാരണം റോഡൊന്നും ഇല്ലെന്ന് പിങ്കുവിന് തന്നെ മനസ്സിലായി, വീണു പോയാലോ. അങ്ങനെ നമ്മൾ യാത്ര പോവാണ്. ചെറിയൊരു റോഡാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കയറുന്നത് ഒരു മലയിലേക്കാണ്. ജീപ്പ് യാത്ര എന്ന് പറയുന്നൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, റോഡൊന്നുമില്ല. നമ്മൾ പാറയുടെ മേളിൽ കൂടെ ഒക്കെയാണ് കയറി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചാണ് ആ വണ്ടിയിലിരുന്നത്. പാറയിൽ നിന്ന് കാണാൻ ചരിഞ്ഞു പോയ കൊക്കയിലേക്കാണ്. പിന്നെ നമ്മുടെ പൊടി പോലും നോക്കണ്ട ആ അവസ്ഥയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിലവിളിയായിരുന്നു. എൻ്റെ അമ്മ എന്നെനിക്ക് നിലവിളിക്കേണ്ട ആവശ്യം വന്നില്ല. എൻ്റെ അടുത്തിരുന്ന എൻ്റെ അമ്മ അതിലും വലിയ നിലവിളിയായിരുന്നു. ആരൊക്കെ നിലവിളിച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വെളി ചെല്ലുമ്പോഴത്തേക്ക് നിലവിളിയാന്ന് പറഞ്ഞു. പുള്ളിക്ക് കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഡെയിലി പുള്ളി കയറി ഇറങ്ങുന്നതാണ്. നമ്മൾ ഏതോ ഒരു സിനിമയിൽ ജഗതി പറയുന്ന പോലെ ആ നിലവിളി ശബ്ദം എവിടോ ആ അവസ്ഥയിലായിരുന്നു. വെളിയെത്തുന്നിടം വരെ നിലവിളിയോട് നിർത്തോ, ഇറങ്ങി ഞങ്ങൾ നടന്നോളാവേ. ശരിക്കും നല്ല പേടിച്ചു പോകും. നിങ്ങൾ കാണുന്ന പോലല്ല, വീഡിയോ കാണുമ്പോൾ അത്ര ഇതൊന്നും തോന്നുന്നില്ലായിരിക്കും. പക്ഷേ അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ പോകാത്തവർ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പോയി നോക്കണം. പിന്നെ ഞങ്ങൾ മേളിൽ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊന്നും നമ്മുടെ ഓർമ്മയിലില്ല. കാരണം അതൊക്കെ ആകെ കണ്ട് എല്ലാം കാഴ്ച കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ശരിക്കും നമ്മൾ ആകാശത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ആ അവസ്ഥയിലായിരുന്നു. ഒരു പ്രശ്നമുള്ളായിരുന്നു, നല്ല ചൂടായിരുന്നു. സൺക്രീമിലൊക്കെ മുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ നിന്നെ. പിങ്കുവൊക്കെ ആണെങ്കിൽ ആകെ കരച്ചിലും ബഹളമായി. കാരണം ഭയങ്കര ചൂടായിരുന്നു, സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വാഗമൺ നല്ല തണുപ്പാന്ന് കരുതി വന്ന സമയമായിരുന്നു. നിങ്ങൾ വാഗമൺ പോകുമ്പോൾ നല്ല ബെസ്റ്റ് ടൈം നോക്കി തന്നെ പോവുക. വെള്ളമൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പോയ സമയം കറക്റ്റാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ശരിക്കും ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. സെപ്റ്റംബർ ടു മാർച്ച് വരെ നല്ല സമയമാണെന്നാണ് പറഞ്ഞത്. ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ മഴ ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ജീപ്പൊക്കെ ഈ പാറയിലൊക്കെ കയറാൻ കുറച്ച് തെന്നലൊക്കെ ഉണ്ടാവും. കുറച്ച് റിസ്ക് ആണെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയില്ല. അപ്പം നിങ്ങൾ പോകുമ്പോൾ ബെസ്റ്റ് ടൈം നോക്കി തന്നെ വാഗമണ്ണ് പോവുക. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. കയറിയ പോലല്ല, ഇറങ്ങുന്ന കാര്യം കുറച്ച് പാടാണ്. നിങ്ങൾ കാണുമ്പോൾ അറിയാം, വലിയ സ്റ്റോണിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെയാണ് കയറി ഇറങ്ങി വരുന്നത്. ആ സമയത്തും ഇതേ അനുഭവം തന്നെയാണ്. പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. ഒന്ന് തെറ്റിയാൽ ഓക്കെ പോകല്ലോ എന്നുള്ള പേടിയിലായിരുന്നു. പക്ഷേ ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടന് യാതൊരു പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ താഴെ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഈ ഒരു ട്രാവൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. കാരണം അത്രയ്ക്ക് പേടിച്ച് വിറച്ചിരുന്നൊരു അവസ്ഥയാണ്. ദൈവത്തെ വിളിക്കാത്തവർ പോലും വിളിച്ചു ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും
നമ്മൾ താഴെ എത്തി. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. നല്ലൊരു അനുഭവമായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ.